വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ. മെഡിക്കൽ കോളേജിനായി വനഭൂമി ഏറ്റെടുത്തതിന് പിന്നാലെ പുതിയ CT സ്കാൻ യന്ത്രം സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്കിനും അനുബന്ധ സൗകര്യങ്ങൾക്കുമായി മാനന്തവാടി അമ്പുകുത്തിയിൽ വനം വകുപ്പിന്റെ കൈവശമുള്ള 28 ഏക്കർ ഭൂമി ഏറ്റെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ ഒരു വർഷമായി തകരാറിലായ സ്കാനിംഗ് യന്ത്രത്തിന് പകരം പുതിയ CT സ്കാൻ യന്ത്രവും എത്തിച്ചു. എന്നാൽ ഈ നടപടികളെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തതിനാലാണെന്ന ആരോപണവും ശക്തമാണ്. UDF ഭരണകാലത്തെ നടപടി വീഴ്ചകൾ മാനന്തവാടി മെഡിക്കൽ കോളേജിനെ ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രിയും മാനന്തവാടി MLAയുമായ OR കേളു. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ അനുമതി ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു മെഡിക്കൽ കോളേജ് ഏതൊരു സംസ്ഥാന ഗവൺമെൻറ്റിനും ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരം അനുമതി ഒന്നും ലഭ്യമാക്കാതെയും അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പരിശോധിക്കാതെയും ഒക്കെയാണ് അന്നത്തെ UDF ഗവൺമെൻറ് ഒരു മെഡിക്കൽ കോളേജ് വെറുതെ പ്രഖ്യാപിച്ചു പോയത്. നവകേരള സദസ്സിൽ CT സ്കാൻ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി 7 കോടി രൂപ അനുവദിച്ചെങ്കിലും മെഷീൻ സ്ഥാപിക്കുന്നതിലെ കാലതാമസം വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അനുവദിച്ച 7 കോടിയിൽ നിന്ന് 4 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ CT സ്കാൻ യന്ത്രം എത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ CT സ്കാൻ കേടായിപ്പോയി, സ്വാഭാവികമാണ്. ഒരു CT സ്കാൻ നിലവിലുള്ളത് കേടായിപ്പോയി, അത് വിവാദമാക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ കേടായിപ്പോയി എങ്കിലും നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് 7 കോടി രൂപ മുടക്കി ഇന്ന് നമ്മൾ പുതിയ CT സ്കാൻ വാങ്ങി ഇന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.